ഇത്രമാത്രം ക്ലിയർ കട്ടായിട്ടുള്ള ഒരു തെളിവുകൾ അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വാദമുഖങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചത് അത് വലിയ തോതിൽ അപ്രിസിയേഷൻ അർഹിക്കുന്നതല്ലേ? അല്ല, തീർച്ചയായും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്രതികാര കൊലപാതകം എന്ന് ഇതിനെ കാണാൻ സാധിക്കില്ല. കാരണം ഇത് ചേർത്തലയിലുള്ള നന്ദു എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകൻ ഈ സംഭവത്തിന് 6 മാസം മുൻപ് കൊല്ലപ്പെട്ടിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഈ കേസുകളെല്ലാം തന്നെ പരസ്പരം ബന്ധമുള്ള കേസുകളാണ്. ആലപ്പുഴ ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള സംഘപരിവാര പ്രവർത്തകർക്ക് കൊല്ലപ്പെടേണ്ടവരാണ്. അവരെ പട്ടിക തയ്യാറാക്കി കൊല്ലുന്നു. അതാണ് സംഭവിച്ചത്. അതിലൊരു പേരുകാരനായിരുന്നു നന്ദു. നന്ദുവിനെ വധിച്ചതിന് ശേഷമാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നത്. അപ്പൊ ഇത് ഏതെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായ പ്രൊവോക്കേഷന്റെ ഭാഗമാണ് രഞ്ജിത്തിന്റെ കൊലപാതകം എന്ന വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നന്ദുവിന്റെ കൊലപാതകം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിനും ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വിശാൽ എന്ന് പറയുന്ന ഒരു ABVP പ്രവർത്തകനെ ഇതേ ആൾക്കാർ തന്നെ കൊലപ്പെടുത്തി. അത് എന്ത് പ്രകോപനത്തിന്റെ പേരിലായിരുന്നു? അപ്പൊ ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായ കൊലപാതക പരമ്പരകൾ സൃഷ്ടിക്കുക എന്നത് ഇവരുടെ ഒരു അജണ്ടയായിരുന്നു. അതിനിടയിലാണ് മുമ്പ് പറഞ്ഞതുപോലെ ഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത്. തുടർച്ചയായ 3 കൊലപാതകങ്ങൾ ആലപ്പുഴ ജില്ലയിൽ സീരിയസ് ആയി നടക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാർ പ്രവർത്തകരെ കൊലപ്പെടുത്തണം എന്നത് ഇവരുടെ അജണ്ടയായിരുന്നു. അതിന്റെ ഭാഗമാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഷാൻ കൊല്ലപ്പെട്ടതിന്റെ റിട്ടാലിയേഷൻ ആണ് എന്ന് നമുക്കിതിനെ ലളിതമായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. നടന്ന സംഭവങ്ങൾ അടുത്തടുത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ വയലാർ നന്ദുവിന്റെ കൊലപാതകമുണ്ട്. ഇതേ ആൾക്കാർ തന്നെയാണ് കൊലപ്പെടുത്തിയത്. അതിൽ ആരോപണ വിധേയനായിരുന്നു ഷാൻ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ആൾ. അപ്പൊ അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ നമുക്കറിയാം, നമ്മൾ കേട്ടതല്ലേ കേരളത്തിലെ മുദ്രാവാക്യങ്ങളൊക്കെ, അവരും മലരും കുന്തിരിക്കവും കരുതി വെക്കാൻ മുദ്രാവാക്യം മുഴങ്ങിയത് ആലപ്പുഴയിലാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിലേക്കുള്ള വഴി ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞത് ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അധികരിച്ചു വരുന്ന മത തീവ്രവാദത്തിന്റെ ഇര തന്നെയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ. അല്ലാതെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ റിട്ടാലിയേഷന്റെ ഭാഗമായി കൊല്ലപ്പെട്ടയാളല്ല. ആരും കൊല്ലപ്പെടാം. ഇപ്പൊ പോലീസ് കണ്ടെത്തിയിട്ടുള്ള ലിസ്റ്റിൽ ആലപ്പുഴ ജില്ലയിലെ പ്രമുഖരായ BJP RSS നേതാക്കന്മാരുടെ എല്ലാം പേരുകളുണ്ട്. അവരൊക്കെ ഏതെങ്കിലും ശ്രീ സന്ദീപ് വചസ്പതി, താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ആരും കൊല്ലപ്പെടാമെന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായെങ്കിൽ അതിന് കോടതി നൽകുന്ന കൃത്യമായ സന്ദേശമായി വിധി മാറുന്നില്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സ്വാഭാവികമായി നമുക്കറിയാം കണ്ണൂരടക്കമുള്ള നിരവധി കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ അതിൽ പലതും പലപ്പോഴും ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ മുമ്പ് നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ പൊളിറ്റിക്കൽ റിട്ടാലിയേഷൻ എന്ന തരത്തിലുണ്ടായ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെയല്ല. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു ജില്ലയിലെ കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. 1, 2, 3, 4. അതിൽ ആദ്യ പേരുകാരനെ ആദ്യം കൊല്ലുക. അതിന് റിട്ടാലിയേഷൻ ഉണ്ടായി മിനിറ്റുകൾക്കകം അടുത്തയാളെ കൊലപ്പെടുത്തുക. അപ്പൊ അതിനു മുൻപ് കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുക. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് കേരളത്തിലെ ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരമാണ്, അല്ലെങ്കിൽ മത തീവ്രവാദം കേരളത്തിൽ പിടിമുറുക്കുന്നതിന്റെ ലക്ഷണമാണ്. അത് തിരിച്ചറിഞ്ഞാണ് കോടതി വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ആ പ്രതികൾ അർഹിക്കുന്ന ശിക്ഷ. ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പ്രതികരണങ്ങളൊക്കെ ഞാൻ നോക്കുകയായിരുന്നു. അതിലൊന്നും അവർക്കൊരു പശ്ചാത്താപവുമില്ല. അത് ഇപ്പോൾ വന്ന നിങ്ങളുടെയൊക്കെ വാർത്തകളുടെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇതിന് ഇറങ്ങിയത്, ഇനിയും ഇത്തരം തിരിച്ചടി ഉണ്ടാകുമെന്ന് വീരവാദം മുഴക്കുന്നവരെ ഇപ്പോഴും നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ പൊതുരംഗത്തെ വർഗീയവൽക്കരിക്കാൻ അല്ലെങ്കിൽ മത തീവ്രവാദത്തിന്റെ പിടിയിൽ അമർത്താൻ ശ്രമിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. അതിനെതിരായ താക്കീത് തന്നെയാണ് കോടതിയുടെ വിധി.